ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലിപ്പം മഴ ഭയങ്കരമായിട്ട് കൊടുമ്പിരി കൊണ്ട് പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മഴയത്ത് നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം എന്നതിനെക്കുറിച്ചാണ് കേട്ടോ. കുറേ നാളുകളായിട്ട് ഞാൻ ചിന്തിക്കുന്ന ഒരു വീഡിയോ ആണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന്. പിന്നെ സമയവും സാഹചര്യം എല്ലാം ഒന്നിച്ച് വരണ്ടേ, അതുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ട് ചെയ്യാതിരുന്നത്. അപ്പോൾ എൻ്റെ ചെറിയ അറിവുകളാണ് കേട്ടോ. എൻ്റെ മാത്രം അറിവുകൾ. എനിക്ക് ചെറുപ്പത്തിൽ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇടിയും മിന്നലും ഒക്കെ പെയ്യുന്ന സമയത്ത് ഭയങ്കര പേടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു അറിവനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് യു. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ മഴ എന്ന് പറയുന്നത് ഭയങ്കര അതിൻ്റെ തീവ്രത എന്നാ പറഞ്ഞാലും അത് മനസ്സിൽ നിന്ന് മാറത്തില്ല അല്ലേ. നമ്മൾ ഞങ്ങളിപ്പോൾ UK വന്നതിന് ശേഷം മഴ പെയ്യാറൊക്കെ ഉണ്ട്. പക്ഷേ ഈ മഴ എന്ന് പറയുന്നത് എന്നാ പറയണ്ടേ, വരുന്നതും പോകുന്നതും ഒന്നും നമ്മൾ അറിയത്തില്ല. വളരെ ശാന്തമായിട്ട് വരുന്നു, ശാന്തമായിട്ട് തന്നെ തിരിച്ചു പോകുന്നു. പക്ഷേ അതുപോലെയല്ല നമ്മുടെ നാട്ടിലത്തെ മഴ എന്ന് പറയുന്നത് ഭയങ്കര തീവ്രത, ഭയങ്കര ശക്തിയേറിയ, ഏത് സമയത്ത് എന്നാ ഭയങ്കര കാറ്റ്, മഴ, ഇടി, മിന്നൽ, ഇതൊന്നും അത് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് ഒരു പേടി തന്നെയാണ് കേട്ടോ. ചെറുപ്പത്തിൽ ഞാൻ ഇന്നും ഓർക്കുന്നു. വെള്ളം നമ്മൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും റോട്ടിലെ തോട് മുഴുവൻ വെള്ളം പൊങ്ങി, എന്താണ് നമ്മളെ അക്കരെ ഉള്ളവർ ഓരോ പിള്ളേരെ എടുത്താണ് അപ്പുറം എത്തിക്കുന്നത് കേട്ടോ. പിന്നെ സ്കൂളുകൾക്ക് അവധി കാര്യങ്ങൾ, പിന്നെ തിരിച്ചു വരുമ്പോൾ എല്ലാ ദിവസവും മഴ അല്ലേ. നമ്മുടെ യൂണിഫോം മുഴുവൻ ചെളി കാര്യങ്ങൾ, എന്തുമായിരുന്നു. അതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും പിന്നെ ഇടിയും മിന്നൽ, നാട്ടിലത്തെ ഇടിയും മിന്നലുമാണ് സഹിക്കാൻ പറ്റാത്തത്. അപ്പം അതൊക്കെ ഓർക്കുമ്പോൾ അതൊക്കെ ഓർത്തുകൊണ്ടാണ് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എങ്ങനെ നമുക്ക് മഴക്കാലത്ത് നമുക്ക് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം, അപകടങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെക്കുറിച്ച് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഇടണമെന്ന് കേട്ടോ. ഇപ്പോൾ എൻ്റെ ഈ ചെറിയൊരു അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മുടെ നാട്ടിൽ എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരൊക്കെയാണ്. പിന്നെ നമ്മുടെ ബന്ധക്കാരും നമ്മുടെ നാട്ടുകാരും രക്തബന്ധം ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. മഴ വരുമ്പോൾ നമ്മൾ മാക്സിമം എന്താ ചെയ്യേണ്ടത്? നമ്മൾ മാക്സിമം വീടിനകത്ത് തന്നെ ഇരിക്കുക, പുറത്ത് ഇറങ്ങാതിരിക്കുക. പക്ഷേ ഇന്നത്തെ ആൾക്കാരൊക്കെ ഇപ്പം എന്നാണ് നൊസ്റ്റാൾജിക് ഫീലിങ്സ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും മുറ്റത്തിറങ്ങി നിന്ന് മഴ കൊള്ളുന്നു, ഇങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ചെയ്യും. പക്ഷേ അതൊന്നും ചെയ്യാതിരിക്കുക. ഈ ഇടിയും മിന്നലും തലയുടെ മുകളിൽ കൂടെ ഏത് നിമിഷവും കടന്നു വരാം. അതുകൊണ്ട് മാക്സിമം നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുക. പിന്നെ എന്താണ്, ഇടിയും മിന്നലൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ചെയ്യുന്ന പരിപാടിയാണ് അതിൻ്റെ ലൈറ്റിങ്, കറണ്ട് കാര്യങ്ങളൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യുന്നു അല്ലേ. പക്ഷേ ഇന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും അതില്ലാത്തവർ അതൊക്കെ ഓഫ് ചെയ്ത് ഇടുക. ഈ ഇടിയും മിന്നലും പിന്നെ ഈ കാറ്റും മഴയൊക്കെ ഉള്ള സമയത്ത് മാക്സിമം നമ്മൾ ദൂരയാത്രകൾ, ടൂറ്, പിന്നെ മീൻപിടുത്തം, തോടിൻ്റെ പിന്നെ തോട്ടിലെ വെള്ളം കാണാൻ വേണ്ടി പോയി നിൽക്കുക. പ്രത്യേകിച്ച് കുഞ്ഞു പിള്ളേരൊക്കെ തോടിൻ്റെ അടുത്ത് പോയി നിൽക്കുക. പിന്നെ യുവാക്കളും യുവതികളും എല്ലാവരും ഇപ്പം തോടിൻ്റെ സൈഡിൽ പോയി നിൽക്കുക. ഏത് സമയത്താണ് അപകടം വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാക്സിമം ഈ തോടിൻ്റെയും വെള്ളത്തിൻ്റെയൊക്കെ സൈഡിൽ പോയി വെള്ളം കാണാൻ വേണ്ടി നിൽക്കുന്ന പരിപാടികളൊക്കെ ഒഴിവാക്കുക. അപ്പോൾ വെള്ളം കാണാത്തവരൊന്നും അല്ല നമ്മൾ. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ വെള്ളം കാണാത്തവരൊന്നും അല്ല. എന്നാ പറയണ്ടേ, ഒരു സ്പിരിറ്റ് കൂടി ഈ വെള്ളം കാണാൻ വേണ്ടി പോയി നിൽക്കുന്ന പരിപാടികളൊക്കെ ഉപേക്ഷിക്കുക. മഴക്കാലത്ത് ഈ ഇടിമിന്നലും കാറ്റും മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും പെരയ്ക്കാതിരിക്കാൻ നോക്കുക. അല്ലാതെ ഈ തോടിൻ്റെ സൈഡിലൊക്കെ പോയി നിൽക്കുമ്പോഴത്തേക്കും ഏത് സമയത്താണോ തെന്നി വീഴുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ. അപകടം ഏത് സമയത്തും വരാം. പിന്നെ എന്താണ്, ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ സ്വസ്ഥമായിട്ട് പെരയ്ക്കകത്തിരിക്കുക. പിന്നെ മഴ കാണാൻ വേണ്ടി ബാൽക്കണിയിൽ പോയി നിൽക്കുക.
സമയത്ത് എന്താണ് പറയണ്ടേ, കറണ്ട് കമ്പി നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊരു മഴ പെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ 2 കാറ്റടിക്കുമ്പോഴത്തേക്കും പിന്നെ ഈ പറഞ്ഞ പോലെ തെങ്ങും മാവും അല്ലെങ്കിൽ മരങ്ങളും പിന്നെ കറണ്ട് കമ്പി എല്ലാം കൂടെ ഇട്ടപ്പൊത്തമെന്ന് പറഞ്ഞുകൊണ്ട് താഴോട്ട് വീഴും അല്ലേ. അത് പൊട്ടി താഴോട്ട് വീണ് തൂങ്ങിക്കിടക്കുകയും അല്ലെങ്കിൽ റോഡ് സൈഡിൽ കിടക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ദൈവത്തെ ഓർത്ത് റോട്ടിൽ കൂടെയൊക്കെ നടന്നു പോകുമ്പോഴത്തേക്കും കണ്ണ് തുറന്ന് നടക്കുക, അതിൻ്റെ മുകളിൽ കൂടെ ചവിട്ടാതെയൊക്കെ പോവുക. അതാണ് ഏറ്റവും അത്തേലൊക്കെ ചിലപ്പം പറയാൻ പറ്റത്തില്ല, കറണ്ടൊക്കെ കാണും. അതുകൊണ്ട് മഴ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. വലിയ വലിയ മരങ്ങളും കാര്യങ്ങളൊക്കെ ഒടിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് വീണ് ഇതെല്ലാം പൊട്ടി വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ചവിട്ടി നടക്കാതിരിക്കുക. പിന്നെ നമ്മുടെ നാട്ടിലത്തെ ഒരു പരിപാടിയാണ്, എൻ്റെ മമ്മി ഉൾപ്പെടെ ചെയ്യുന്ന പരിപാടിയാണ്. മഴ വരുമ്പോഴാണ് ഓടിപ്പോയി ചക്ക പറിക്കാൻ പോകുന്നു, മാങ്ങ പറിക്കാൻ ഓടുന്നു ഒരു തോട്ടിയും കൊണ്ട്. ഇതൊക്കെ ഒഴിവാക്കുക. ഈ സമയത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന തോട്ടി പച്ചയാണെങ്കിൽ, അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഉണങ്ങിയതാണ് ഉപയോഗിക്കുന്നത്, എങ്കിലും പറയാൻ പറ്റത്തില്ല, അതിനകത്ത് പച്ചയൊക്കെ ഉണ്ടെങ്കിൽ കറണ്ട് കമ്പിയിലൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ അപകടം ഉണ്ടാകും. അതുകൊണ്ട് ഈ സമയത്ത് ചക്കപ്പറി മാങ്ങപ്പറി അല്ലെങ്കിൽ ഈ പുറത്തിറങ്ങുന്ന പരിപാടികളൊക്കെ കുറേയൊക്കെ ഉപേക്ഷിക്കുക. എന്നിട്ട് ഈ അമ്മച്ചിമാരുടെയൊക്കെ വലിയ ഡയലോഗാണ്, ഈ മഴയും കാറ്റും ഒക്കെ എത്ര കണ്ടതാ എന്നൊക്കെ പറയും. ഇതൊക്കെ പക്ഷെ പറയാൻ പറ്റത്തില്ല, ഏത് സമയം നമുക്ക് അപകടങ്ങളൊക്കെ വരും. അതുകൊണ്ട് ഇത്തരം പരിപാടികളൊക്കെ ഒഴിവാക്കി പെരയ്ക്കകത്തിരിക്കുക. പിന്നെ നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു ഇടി മിന്നൽ അല്ലെങ്കിൽ കാറ്റും മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ കറണ്ട് പോകും അല്ലേ. നമ്മുടെ നാട്ടിലത്തെ ഒരു പൊതുവായ ഒരു കാര്യമാണ്, ചെറുപ്പം മുതലേ നമ്മൾ കണ്ടുവരുന്ന പരിപാടിയാണ് കറണ്ട് പോകുന്ന പരിപാടി. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞ കാര്യമില്ല, ചിലപ്പം മരം ഒടിഞ്ഞു വീഴുന്നതും ഒക്കെ ആകാം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രോണിക് വസ്തുക്കൾ, അതായത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഏറ്റവും അത്യാവശ്യമായ നമ്മുടെ ടോർച്ച്, പിന്നെ അതുപോലെ ക്യാൻഡിൽ, നമ്മുടെ മെഴുകുതിരികൾ, പിന്നെ ഇൻവെർട്ടർ, ഇതൊക്കെ നമ്മൾ നേരത്തെ ചാർജ് ചെയ്ത് വെക്കുക. ടോർച്ചും ഇൻവെർട്ടറൊക്കെ നന്നായിട്ട് ചാർജ് ചെയ്ത് നേരത്തെ റെഡിയാക്കി വെക്കുക. ഈ പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇതൊക്കെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങളാണ്. ഇതൊക്കെ ചാർജ് ചെയ്ത് വെക്കുവാണെങ്കിൽ പിന്നെ എന്താണ്, ഒരു മെഴുകുതിരിയൊക്കെ മേടിച്ച് വെക്കാതെ ഒരു 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 പാക്കറ്റ് മെഴുകുതിരിയും കാര്യങ്ങളൊക്കെ മേടിച്ച് വെക്കുവാണെങ്കിൽ ഇതൊക്കെ അത്യാവശ്യമായിട്ട് രാത്രികളിൽ ആവശ്യമാണ്. അപ്പം ഇത് വരുമ്പോഴത്തേക്കും ഈ മെഴുകുതിരിയൊക്കെ ഒരെണ്ണമൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓടി കടയിൽ പോകാൻ പറ്റത്തില്ല, അന്നേരം കടയും കാണിയില്ല, ഒന്നും കാണത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ കുറച്ച് കൂടുതൽ സാധനങ്ങൾ മേടിച്ച് വെക്കുക. പിന്നെ എന്താണ്, പിന്നെ നമ്മുടെ ഈ മഴ പെയ്യുമ്പോഴത്തേക്കും, മഴയും കാറ്റും ഇടിയും മിന്നലും ഒക്കെ ആകുമ്പോഴത്തേക്കും വലിയ വീടിൻ്റെ പുറകിൽ വലിയ മതിലും ഒക്കെ ഉള്ളവർ തൽക്കാലത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാൻ പറ്റുമെങ്കിൽ, അതൊന്നും എളുപ്പമല്ല എങ്കിലും പറ്റുന്നവരാണെങ്കിൽ അതൊക്കെ മാറി താമസിക്കുക. പിന്നെ വെള്ളം പൊങ്ങുന്ന സ്ഥലത്തൊക്കെ ഉള്ളവർ മാറി താമസിക്കാൻ നോക്കുക. നമുക്കറിയാം കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ വെള്ളം പൊങ്ങുന്ന ഏരിയയിലുള്ളവരെല്ലാം മാറി താമസിച്ചിട്ടുള്ള കഥകളുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തല്ലേ പറ്റൂ. പിന്നെ എൻ്റെ അറിവിലുള്ളത്, നമ്മൾ എന്താണ്, ആഹാര സാധനങ്ങൾ അല്ലേ, ആഹാര സാധനങ്ങൾ ഈ സമയത്ത് ഏറ്റവും അത്യാവശ്യമാണ്. നമുക്ക് ഇടിയും മഴയും ഒക്കെ പെയ്യുന്ന സമയത്ത് വിശപ്പുണ്ടാകത്തില്ലെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല, വിശപ്പൊക്കെ ഉണ്ട് ആ സമയത്ത്. അപ്പോഴാണ് നമ്മുടെ ആഹാര സാധനങ്ങളുടെ ആവശ്യകത നമുക്ക് കൂടുന്നത്. അപ്പോൾ നമ്മൾ ഈ സമയത്തൊക്കെ നമുക്ക് നേരത്തെ മുൻകൂട്ടി കണക്കാക്കി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ, അരിയും പച്ചക്കറിയും പിന്നെ നോൺ വെജും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ മേടിച്ച് വെക്കുക. പിന്നെ ഗ്യാസ് കുറ്റി ഇതൊക്കെ കുറച്ച് ഒരെണ്ണം കൂടുതൽ മേടിച്ച് അതൊക്കെ നിറച്ച് വെക്കുകയോ കൂടുതൽ മേടിച്ച് വെക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ. ഈ സമയത്ത് നമ്മൾ മുൻകൂട്ടി ഇതൊക്കെ കണക്കാക്കണം, മുൻകൂട്ടി ചിന്തിച്ച് നമ്മൾ കാര്യങ്ങൾ ഈ സമയത്തൊക്കെ ചെയ്യുക. പിന്നെ എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് പറയാനുള്ളത്, ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറണ്ടും വെട്ടവും വെളിയും എല്ലാം പോകുന്ന സമയമാണ് അല്ലേ. അപ്പോൾ നമ്മൾ രാത്രികളിലൊക്കെ നമ്മൾ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ദൈവത്തെ ഓർത്ത് കട്ടിലിൻ്റെ അടിയിൽ, പിന്നെ ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ പിന്നെ ബെഡ് പൊക്കിയും ബെഡ്ഷീറ്റ് ഒക്കെ നന്നായിട്ട് കുടഞ്ഞ്, അതുപോലെ നമ്മുടെ തലവണ കവറിനകത്തെല്ലാം നോക്കുക, നന്നായിട്ട് കുടഞ്ഞ്. അതിനകത്ത് ഈ സമയത്ത് ഇഴജന്തുക്കൾ കയറി വരുന്ന സമയമാണ് അല്ലേ, തണുപ്പ് കൂടുതലുള്ള സമയമാണ്. അപ്പം പെരയ്ക്കകത്തോടൊക്കെ ഈ പറഞ്ഞ പാമ്പ്, പഴുതാര, തേള്, ഈ വക സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ സുലഭമാണ്. അപ്പോൾ ഈ വക സാധനങ്ങൾ പെരയ്ക്കകത്ത് കയറുന്ന ഏറ്റവും
പറ്റിയ സമയമാണ് ഈ മഴക്കാലം. അപ്പോൾ ദൈവത്തെ ഓർത്ത് ഈ എല്ലാവരും ഈ തലോണ കവറ്, പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ പില്ലോ, സോറി, ബെഡ്ഷീറ്റ്, ബെഡ്, പിന്നെ കുനിഞ്ഞ് കിടന്ന് കട്ടിലിൻ്റെ അടി വരെ നോക്കണം. എല്ലാവരും പറയും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം, ചെയ്തേ പറ്റൂ. ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ, പക്ഷേ എന്നാലും നമ്മളെ കൊണ്ട് ചെയ്യുന്ന പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ടിലിൻ്റെ അടിയിലൊക്കെ കുനിഞ്ഞ് കിടന്ന് നോക്കുകയൊക്കെ ചെയ്യുമ്പം കാണുന്നവർ വിചാരിക്കും, ഓ ഇതെന്തുവാ ഇത്രമാത്രം നോക്കാൻ, ഇവിടെയൊന്നും ആരും വരത്തില്ല, ഒരു പഴുതാരം കയറത്തില്ല, ഒരു പാമ്പും കയറത്തില്ല എന്നൊക്കെ വലിയ ഡയലോഗ് അടിക്കും ആൾക്കാർ. അപ്പം ഞാൻ നാട്ടിലായിരുന്നപ്പോൾ ഇതുപോലെയൊക്കെ ഞാൻ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ മമ്മിയൊക്കെ പറയുന്നു, ഓ ഇവിടെയൊന്നും ആരും വരത്തില്ല, ഇവിടെയൊന്നും ഇത്രയും വർഷമായിട്ട് പാമ്പ് കയറിയിട്ടില്ല, പഴുതാര കയറിയിട്ടില്ല എന്നൊക്കെ ഡയലോഗ് പറയും. പക്ഷെ നമുക്ക് വട്ടാന്നൊക്കെ പറയും, അത് സാരമില്ല, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ആവശ്യമാണ് അല്ലേ, ആവശ്യം നമ്മുടെയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക. കട്ടിലിൻ്റെ അടിയിലും എല്ലായിടത്തും പറ്റുന്നിടത്തെല്ലാം കുഞ്ഞ് കിടന്ന് നോക്കി ടോർച്ച് അടിച്ച് ലൈറ്റ് അടിച്ച് എല്ലാം നോക്കുക. പിന്നെ മഴക്കാലം ഏറ്റവും പറ്റിയ സമയമാണ് ആർക്ക്, കള്ളന്മാർക്ക്. അതുകൊണ്ട് കള്ളന്മാരുടെ ആക്രമണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കുക. നമ്മൾ ജാഗരൂകരായിട്ടിരിക്കുക. പിന്നെ എന്താണ് ഈ പറഞ്ഞ പോലെ ടോർച്ച്, പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻവെർട്ടർ കാര്യങ്ങൾ, നമ്മുടെ മെഴുകുതിരികളും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് മേടിച്ച് വെക്കുക. പിന്നെ ഇതൊക്കെ ചാർജ് ചെയ്ത് വെക്കുക. ഈ പറഞ്ഞ പോലെ ടോർച്ചും ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചാർജ് ചെയ്ത് വെക്കുക. ഈ മഴക്കാലത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ നമ്മൾ എടുക്കുക. നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ മാന്യമായിട്ട് ജീവിക്കുക, നമ്മൾ മുൻകരുതലുകൾ എടുക്കുക. പിന്നെ പറ്റുന്നത്ര ഈ മഴക്കാലത്ത് കുറച്ച് ടൂറും കാര്യങ്ങളും, ഒത്തിരി ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകാതിരിക്കുക. അത്ര ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുറത്തിറങ്ങി ചെയ്യുക. അല്ലാത്തതൊന്നും നമ്മൾ മാക്സിമം വീടിനകത്ത് തന്നെ ഇരുന്ന് സുരക്ഷിതരായിട്ട് ഇരിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ അറിവിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എനിക്കറിയാം നാട്ടിൽ നിന്ന് മാത്രം മഴ പെയ്യുന്ന സമയമാണ്. വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ ഒക്കെ മമ്മിയൊക്കെ പറയാറുണ്ട് ഭയങ്കര മഴയാണെന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടണമെന്ന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമാകുമെന്ന് വിശ്വസിക്കുന്നു, വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.